ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. പക്ഷേ അവളുടെ ജീവിതത്തിനിടയിലേക്ക് കടന്നുവന്ന ആ കരിനിഴൽ അവളുടെ സ്വപ്നങ്ങളെല്ലാം പിച്ചി ചീന്തി. ആരായിരുന്നു അവളുടെ ജീവിതത്തിലെ ആ കരിനിഴൽ? നമുക്ക് നോക്കാം. ഈ കഥ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി യാതൊരു ബന്ധവുമില്ല, തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കഥയിലെ കഥാപാത്രത്തിന്റെ പേര് പ്രിയ. പേര് പോലെ തന്നെ ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു പ്രിയ, പ്രിയദർശിനി. അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു അത്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ സകല കലാ വല്ലഭയായിരുന്നു അവൾ. പാട്ടിലും നൃത്തത്തിലും പഠിക്കുന്നതിനും എല്ലാം മുൻപന്തിയിലായിരുന്നു. അവൾ ഒറ്റ മകളായിരുന്നു. അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട ഒരൊറ്റ മകളായിരുന്നു പ്രിയ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെയധികം ഓമനിച്ചാണ് അവളെ വളർത്തിയിരുന്നത്. താൻ പഠിച്ചു വലുതായി തൻ്റെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി ജീവിക്കണം, അതായിരുന്നു അവളുടെ സ്വപ്നങ്ങൾ. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. അങ്ങനെ അവൾ +2 പഠിക്കുന്ന സമയം. ഈ സമയത്താണ് അവളുടെ ജീവിതത്തിലേക്ക് കരിനിഴൽ പടരാൻ തുടങ്ങിയത്. അവളുടെ അച്ഛന് ഒരു അസുഖം പിടിപെട്ടു, ക്യാൻസർ. തൻ്റെ അച്ഛന് വായിൽ ക്യാൻസർ ആണ് എന്നുള്ളത് ഒരുപാട് വൈകിയാണ് അവർ കണ്ടെത്തിയത്. അവസാന ഘട്ടത്തിലായതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലിക്കും എന്നുള്ളത് വളരെ സംശയമായിരുന്നു. എങ്കിലും അവർ പറ്റുന്നതിൻ്റെ മാക്സിമം, അവരെ കൊണ്ട് താങ്ങാവുന്നതിൻ്റെ അപ്പുറം ആ കുടുംബത്തെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അച്ഛന് ചികിത്സ നൽകി. പക്ഷേ ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ അച്ഛൻ മരണത്തിന് കീഴടങ്ങി. പിന്നീട് അങ്ങോട്ട് അമ്മയും പ്രിയയും തനിച്ചായി ജീവിതത്തിൽ. അതിനിടയിൽ എപ്പോഴോ ആരോ അമ്മയോട് പറഞ്ഞു, നീ ചെറിയ പ്രായമാണ്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? പുതിയ ഒരു വിവാഹം നിനക്ക് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിനക്കൊരു മകളാണുള്ളത്. ഒറ്റയ്ക്ക് നിനക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അമ്മ ആദ്യമൊന്നും അതിനൊന്നും വഴങ്ങിയില്ല. പക്ഷേ കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ മറ്റൊരു വിവാഹത്തിന് തയ്യാറായി. അങ്ങനെ അമ്മയുടെ വിവാഹം ചെറിയ രീതിയിലൊരു ചടങ്ങായി നടത്തി. പ്രിയയും അമ്മയും അച്ഛനും അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രിയയ്ക്ക് ഒരു കുഞ്ഞനുജത്തി ജനിച്ചു. അതിനുശേഷമാണ് തൻ്റെ അച്ഛന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങിയതായി അവൾക്ക് ഫീൽ ചെയ്തത്. അത് ഒരു തോന്നലായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അങ്ങനെ തന്നെയാണ് സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും പല വീടുകളിലും നടക്കുന്നതും. രണ്ടാനമ്മ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാനച്ഛൻ വന്നു കഴിയുമ്പോൾ മക്കൾ അനാഥരെ പോലെ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ അത് പല കുടുംബങ്ങളിലും ഉണ്ട്. രണ്ടാനമ്മയാണെങ്കിലും രണ്ടാനച്ഛനാണെങ്കിലും ഒരിക്കലും ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായിരിക്കും അത്. അതുപോലെ തന്നെയാണ് പ്രിയയുടെ ജീവിതത്തിലും സംഭവിച്ചത്. പതിയെ പതിയെ അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ സ്നേഹവും പ്രിയയ്ക്ക് അന്യമായി തുടങ്ങി. പക്ഷേ ചെറുപ്പം മുതൽ എന്തിനോടും അഡ്ജസ്റ്റ് ചെയ്യാൻ ശീലിച്ചിരുന്ന പ്രിയയ്ക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. അവൾ അങ്ങനെ മുന്നോട്ട് പഠനം തുടങ്ങി. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, എക്സാമിൻ്റെ സമയം. അവൾ വളരെ നന്നായിട്ട് പഠിച്ചു. എക്സാമിൻ്റെ സമയമായി. എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തും. അമ്മ കമ്പ്യൂട്ടർ സെൻ്ററിൽ ജോലിക്ക് പോകുന്നു. വീട്ടിലെ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും കൊണ്ട് അമ്മയ്ക്ക് ജോലിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പ്രിയ വീട്ടിൽ ചെല്ലുന്നത് വരെ അടുത്ത വീട്ടിലുള്ള അമ്മുമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത്. പ്രിയയുടെ അച്ഛൻ പെയിൻ്ററാണ്. ദിവസവും വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞു. അവസാന പരീക്ഷയുടെ ദിവസം. പ്രിയ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി. ഭക്ഷണമെല്ലാം റെഡിയായിരുന്നു. അവൾ അതെടുത്ത് കഴിച്ചു. അച്ഛന് അന്ന് ജോലി ഇല്ലായിരുന്നു. പനിയായതുകൊണ്ട് അച്ഛൻ ജോലിക്ക് പോയിട്ടില്ല. അച്ഛനുള്ള ഭക്ഷണവും എടുത്ത് കൊടുക്കണം എന്ന് അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അച്ഛനുള്ള ഭക്ഷണം ആദ്യം എടുത്തു വെച്ചതിന് ശേഷം പ്രിയയും ഭക്ഷണം കഴിച്ചു. എക്സാം കഴിഞ്ഞതുകൊണ്ട് പ്രിയ അന്ന് ഫ്രീ ആയിരുന്നു. ഇനി കുറച്ച് സമയം അടുത്ത വീട്ടിലെ ആ അമ്മുമ്മയുടെ അടുത്ത് പോയി ഇരുന്ന് വർത്താനം പറയാം, അനിയത്തിയെയും കൂട്ടി കുറച്ച് കഴിയുമ്പോൾ വരാം, അങ്ങനെ അവൾ തീരുമാനിച്ചു.
അങ്ങനെ അനിയത്തിയെ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ പ്രിയയോട് അച്ഛൻ പറഞ്ഞു, തനിക്ക് പനിയുള്ളതല്ലേ, അതുകൊണ്ട് വൈകുന്നേരം മകളെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. പ്രിയ അതനുസരിച്ചു. ശരിയാണ്, പനിയുള്ളതല്ലേ, അച്ഛനെ ഒന്ന് കിടക്കാൻ പോലും അവൾ സമ്മതിക്കില്ല. അതുകൊണ്ട് താൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് വിചാരിച്ച് അവൾ അകത്തേക്ക് കയറി. അങ്ങനെ അവൾ TV ഓൺ ചെയ്ത് ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നു. പാട്ട് കേൾക്കുന്ന ശീലം പ്രിയയ്ക്ക് പണ്ടേ ഉണ്ട്. വളരെ ഇഷ്ടമാണ് പാട്ടുകൾ കേൾക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ ജീവിതത്തിലേക്ക് കരിനിഴൽ പുരണ്ട ആ ദിവസം, അവൾ സ്വന്തം അച്ഛനെ പോലെ കണ്ടിരുന്ന ആ പുരുഷൻ, മരിച്ചുപോയ സ്വന്തം അച്ഛനെ പോലെ കണ്ടിരുന്ന രണ്ടാനച്ഛൻ, പക്ഷെ അവളെ സ്വന്തം മകളുടെ സ്ഥാനത്തല്ല കണ്ടിരുന്നത്. അയാൾ അവളെ മറ്റൊരു കണ്ണിലൂടെ കണ്ടു. ഒരു നിമിഷം ആ രണ്ടാനച്ഛൻ്റെ മനസ്സിലുണ്ടായ മൃഗീയമായ ചിന്തകളുടെ ഫലം അവളുടെ ജീവിതം നശിപ്പിച്ചു. വൈകുന്നേരം അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ TV ഓൺ തന്നെയാണ്. പാട്ടുകൾ കേൾക്കുന്നു, മകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെ. പക്ഷേ അനുജത്തിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവിടെ എവിടെയും ആരെയും കാണാനും ഇല്ല. അച്ഛൻ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുന്നു. അമ്മ വീട് മുഴുവൻ അന്വേഷിച്ചു, ആരെയും കാണുന്നില്ല. ഇളയ മകളെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന അമ്മുമ്മയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് അമ്മ ചെന്നു. അവിടെ തൻ്റെ ഇളയ മകളുണ്ട്, പക്ഷേ പ്രിയയെ കാണാനില്ല. പ്രിയ എവിടെയാണ് പോയത്? അമ്മ വീട് മുഴുവൻ അന്വേഷിച്ചു, അയൽപക്കത്തും അന്വേഷിച്ചു. അമ്മുമ്മ അവിടെ ചെന്നിട്ടില്ല മകൾ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ടെൻഷനായി. അമ്മ വേഗം തന്നെ ഫോൺ എടുത്ത് മകളുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. പക്ഷെ ഫോൺ വീട്ടിൽ തന്നെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തൻ്റെ മകൾ എവിടെയാണ് പോയത്? സന്ധ്യ മയങ്ങി. ഇത്രയും നേരം വൈകുമ്പോൾ അവൾ പറയാതെ ഒരിടത്തും പോവാറില്ല. കൂട്ടുകാരുടെ അടുത്ത് എവിടെയെങ്കിലും പോയതാണെങ്കിൽ പോലും തന്നോട് പറയാതെ പോവില്ല. അനുജത്തിയെ കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണല്ലോ. അമ്മയ്ക്ക് ടെൻഷനായി. അച്ഛനെയും കാണാനില്ല. ഇനി അച്ഛനോട് പറഞ്ഞിട്ടാണോ പ്രിയ എവിടേക്കെങ്കിലും പോയത്? എന്താണെങ്കിലും അച്ഛൻ വരാൻ വേണ്ടി അമ്മ കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വീട്ടിൽ വന്നു. ആൾ മദ്യപിച്ചിരുന്നു. പതിവില്ലാത്ത ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ, അമ്മ അച്ഛനോട് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. സ്വന്തം ഭർത്താവിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗത്തെ അമ്മ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തിനും ഏതിനും സകല വൃത്തികേടുകളും ചെയ്തിട്ട് മദ്യത്തിന്റെ സഹായം തേടി നടക്കുന്ന ഒരുപാട് മൃഗങ്ങൾ വാഴുന്ന നാട് തന്നെ നമ്മുടേത്. അമ്മ അച്ഛനോട് പ്രിയയെക്കുറിച്ച് അന്വേഷിച്ചു. നിങ്ങളോട് പറഞ്ഞിട്ടാണോ അവൾ പുറത്തേക്ക് പോയത്? ഇതുവരെ അവൾ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയ എവിടെയാണ് പോയത്? അപ്പോൾ പിന്നെ അവൾ എവിടെയാണ് പോയത്? അങ്ങനെ സമൂഹം മുഴുവൻ അവളെ അന്വേഷിച്ചിറങ്ങി. അന്വേഷണമായി, പോലീസായി, കേസായി, അങ്ങനെ ഒരാഴ്ചരക്കായി. അവസാനം പോലീസുകാർ അവളെ കണ്ടെത്തി. പക്ഷേ ജീവനോടെയല്ല. 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പുഴയിൽ നിന്നും അവളുടെ മൃതദേഹം പോലീസിന് കിട്ടി. പിന്നീട് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രിയദർശിനി, അവളുടെ ജീവിതം അങ്ങനെ അവിടെ അവസാനിച്ചു. ഒരു മൃഗത്തിൻ്റെ ക്രൂരതയിൽ അവളുടെ ജീവിതം അവസാനിച്ചു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം, പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്തിനാണ് അവൾ മരിച്ചത്? എങ്ങനെയാണ് അവൾ മരിച്ചത്? പോസ്റ്റ്മോർട്ടം ചെയ്യണം, നടപടികൾ എടുക്കണം, കേസ് കൊടുക്കണം. എന്തിനാണ് കുട്ടി മരിച്ചതെന്ന് അറിയണം. ഇങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹത്തിനോടും ഇതിനൊക്കെ കേസെടുക്കുന്ന നീതിപാലകരോടും ഒരേ ഒരു ചോദ്യം, എന്തിന്? അറിഞ്ഞിട്ട് എന്തിന്? ഇതിൻ്റെ സത്യാവസ്ഥ, ഇങ്ങനെ നടക്കുന്ന പല മരണങ്ങളുടെയും സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്താണ് ഉണ്ടാകുന്നത്? എന്ത് ശിക്ഷയാണ് അവർക്ക് നൽകുന്നത്? ഇങ്ങനെയുള്ള വൃത്തികേടുകൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള പ്രചോദനമാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് നൽകുന്ന ഓരോ ശിക്ഷയും. അതുകൊണ്ട് എന്തിനറിയണം? ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു, അതാണ് അവിടെ ഉള്ള സത്യം. പക്ഷെ വെറും ഒരു പ്രകടനത്തിന് വേണ്ടി മാത്രം വീണ്ടും കേസ്, നടപടികൾ, അന്വേഷണങ്ങൾ, അവസാനം പ്രതിയെ കണ്ടുപിടിക്കൽ, അങ്ങനെ പലതും നടക്കും. അവസാനം ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. ജീവിതം നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിക്ക് മാത്രം. ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് നേരായ ശിക്ഷ ലഭിക്കുന്നത് വരെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള നെറികേടുകൾ വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും.